ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇനി മുന്നണി വിപുലീകരണ ചർച്ചകൾക്കൊക്കെ തുടക്കമാകാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൂചനകൾ നൽകിയാണ് മുസ്ലിം ലീഗ്. LDF-ലെ അസംതൃപ്തരെ UDF-ലേക്ക് സ്വാഗതം ചെയ്യുന്നു മുസ്ലിം ലീഗ് നേതാവായ PK കുഞ്ഞാലിക്കുട്ടി. ആശയപരമായി യോജിക്കാൻ കഴിയുന്നവർ മുന്നണിയിലേക്ക് വരുമെന്ന് കരുതുന്നുവെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം. കേൾക്കാം. കൂടുതൽ UDF-ൻ്റെ അടിത്തറ ഭദ്രമാക്കാൻ ആശയപരമായി യോജിക്കുന്നവർ UDF-ആയിട്ട് യോജിക്കണം. അങ്ങനെ UDF-നെ സംബന്ധിച്ചിടത്തോളം അടുത്ത അസംബ്ലി ഇലക്ഷൻ ഒരു സീറോ റിസ്ക് ആയി മാറും. ഇപ്പം തന്നെ ഭദ്രമാണ്, കൂടുതൽ ഭദ്രമാവും. അതിനുവേണ്ടി ആശയപരമായി യോജിക്കുന്നവർ വരണം. ഒരു പാർട്ടിയെ സംബന്ധിച്ചും നെയിം ചെയ്തപ്പോൾ തങ്ങൾ പറഞ്ഞില്ലല്ലോ. UDF-നോട് ആശയപരമായി യോജിക്കുന്ന കൂടുതൽ പാർട്ടികൾ പിന്നെ UDF-ൻ്റെ അടിത്തറ വികസിപ്പിക്കണം. അല്ല, അത് ഞാൻ വളരെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വളരെ പിന്നെ മിതമായ നിലയിലും പ്രതികരിക്കേണ്ട ഒരു വിഷയമായിട്ട് ഉള്ള തങ്ങൾ യോജിക്കാവുന്ന ആശയപരമായി യോജിക്കാവുന്ന പാർട്ടികൾ എന്ന് പറഞ്ഞത്. ഇനി പിന്നെ നിങ്ങൾ പേരെടുത്ത് ഇങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല. പേരെടുത്ത് ചോദിച്ചാൽ മറുപടി. എന്തായാലും ഒരു ചർച്ചാ സാധ്യത അദ്ദേഹം മുന്നോട്ട് വയ്ക്കുമ്പോൾ UDF-ൽ നിന്ന് തന്നെ അതിനെ തള്ളിക്കളയുന്ന ഒരു നിലപാട് കൂടി വരുന്നുണ്ട്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ UDF-ലേക്കുള്ള പ്രവേശന സാധ്യത തള്ളുന്നു PJ ജോസഫ്. നിലവിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ട അവസ്ഥയാണ് എന്നും UDF-ലെ ഐക്യം കുറച്ചുകൂടി ശരിയാകാനുണ്ട് എന്നുമാണ് PJ ജോസഫിൻ്റെ പ്രതികരണം. ഐക്യം പൂർണ്ണമായിട്ടില്ല, അത് അസംബ്ലി ഇലക്ഷൻ ആകുമ്പോഴത്തേനും പൂർണ്ണമാകും. ഉണ്ടെങ്കിൽ പരിഹരിക്കും നേതാക്കന്മാർ ഉൾപ്പെടെ. കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത് കേരള കോൺഗ്രസ് എം തിരിച്ചു വരണമെന്ന്, ഈ മുന്നണിയിലേക്ക് തിരിച്ചു വരണമെന്ന് അതവിടെ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ തോന്നുന്നില്ല. വേറൊരു ചർച്ചയ്ക്ക് വകുപ്പുണ്ടോ? അവരെ കൂടെ തന്നെ വിജയം വരിച്ചിരിക്കുന്നത്. അഴിമതി പിന്തുണയ്ക്കുന്ന നിലപാടാണോ കേരള കോൺഗ്രസ് എമ്മിനുള്ളത്? പ്രതികരണമില്ല. അത് നിസ്സഹായത കൊണ്ടാണോ അവർക്ക് അവിടെ? കാരണം ഇടതുപക്ഷത്തെ ഒരു ഘടകകക്ഷിയാണ്. അവിടെ ഒരു പ്രസക്തിയില്ല. ഈ വലിയ മുന്നേറ്റമുള്ളപ്പം ആ മുന്നേറ്റം തുടരാൻ അവർ വേണമെന്നില്ല. അമൽ തേനമ്പറമ്പിലും EV ഉണ്ണികൃഷ്ണനും നമുക്കൊപ്പം ഉണ്ട്. അമലിപ്പോൾ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ മാർഷൽ സൂചിപ്പിച്ച ഒരു കാര്യമാണ്, UDF-ലെ ഇനി ഉണ്ടാകാൻ പോകുന്ന ചില ആശയക്കുഴപ്പങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹത്തിൻ്റെ പേരിൽ കുറേയധികം പേർ രംഗപ്രവേശനം ചെയ്യാണ്ട് ആ സാധ്യതകളൊക്കെ ഒരു അവർക്ക് അനുകൂലമാക്കി സാഹചര്യമാക്കി മാറ്റാൻ ഇടതുപക്ഷം സ്വയം കാത്തിരിക്കുന്നതെന്നാണ്. എന്തായാലും അതിൻ്റെ ഒരു സൂചന തന്നെയാണ് ഇന്നത്തെ. കുഞ്ഞാലിക്കുട്ടി പറയുന്നത് വരൂ, അസംതൃപ്തരൊക്കെ വരുമെന്ന് പറയുമ്പോഴേക്കും PJ ജോസഫ് അതിന് ചെക്ക് വയ്ക്കുന്നുണ്ട്. വേണ്ട, ആ പരിപാടിയൊന്നും വേണ്ട എന്നാണ്. അപ്പോൾ ഇനി കാണാൻ പോകുന്നത്, ഇപ്പോൾ ആളുകൾ ജയിപ്പിച്ചു, വളരെ ആത്മവിശ്വാസത്തോടെയൊക്കെ നിൽക്കുന്നുണ്ട്. ഇനി എല്ലാം മടക്കി വെച്ച് പിൻവാങ്ങിയവരൊക്കെ രംഗപ്രവേശനം ചെയ്യുന്ന സമയമാണോ? അതായത് RJD അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് മാണി, ഈ രണ്ട് വിഭാഗത്തെയും ഒപ്പം കൂട്ടി മുന്നോട്ട് പോകണം എന്നുള്ളൊരു തീരുമാനം UDF-ൽ കഴിഞ്ഞ കുറേ കാലമായുള്ളതാണ്. അടൂർ പ്രകാശ് അക്കാര്യം പറയുകയും ചെയ്തിരുന്നു. അതോടൊപ്പം 13-ന് മുൻപും 13-ന് ശേഷം 2-2. അപ്പോൾ സണ്ണി ജോസഫും ഈ കാര്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ രണ്ട് കക്ഷികളുമായി സംസാരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി. ജോസ് കെ മാണിക്കാണെങ്കിൽ സമീപകാലത്തൊന്നും നേരിടുത്ത അത്ര വലിയ തിരിച്ചടി മധ്യകേരളത്തിലുണ്ട്. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, ഈ 3 ജില്ലകളിലും അവരുടെ കൈവശം ഉണ്ടായിരുന്ന പല കോട്ടകളും തകർന്നടിഞ്ഞ അവസ്ഥയാണ്. നമ്മൾ പാലയിലും കോട്ടയം നഗരത്തിലുമൊക്കെ അത് കാണുകയും ചെയ്തു. അപ്പോൾ അതിനാൽ തന്നെ ഒരു മനംമാറ്റത്തിനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ഈ കത്തോലിക്ക സഭയുടെ വലിയൊരു സമ്മർദ്ദം, അല്ലെങ്കിൽ ഈ സഭാ സംവിധാനങ്ങളുടെ, കത്തോലിക്ക സഭ എന്ന് മാത്രമല്ല സഭാ സംവിധാനങ്ങളുടെ മുഴുവൻ ഒരു സമ്മർദ്ദം ജോസ് കെ മാണിക്ക് മുകളിലുണ്ട്. UDF-ലേക്ക് ഒന്ന് അടുത്താൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അത് ഈ ജനവിധി കൂടി ആകുമ്പോൾ അതിനുള്ള സമ്മർദ്ദം ഏറും. പക്ഷേ അത് PK കുഞ്ഞാലിക്കുട്ടിക്ക് അവിടെ ഇരുന്ന് പറയാം, ഇവിടെ മലപ്പുറത്തോ കോഴിക്കോടോ ഇരുന്ന് പറയുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ജോസഫിന് നഷ്ടം ഉണ്ടാകാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇടുക്കി സീറ്റിൽ റോഷി അഗസ്റ്റിൻ മത്സരിച്ച് വിജയിച്ച സീറ്റ് എൻ്റെ അസംബ്ലിയാണ്. അപ്പോൾ ആ അസംബ്ലിയിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും മാണി വിഭാഗവും തമ്മിലാണ് മത്സരം നടന്നത്. ഇനിയിപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് അവരുടെ സിറ്റിംഗ് സീറ്റാണ്, റോഷി മത്സരിച്ച സ്ഥലമാണ്. അപ്പോൾ ജോസ് കെ മാണി വന്നിട്ടുണ്ടെങ്കിൽ ഈ സീറ്റ് കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥ ഉണ്ടാവും. ഈ നിലവിലെ അവസ്ഥയിൽ അങ്ങനെ വിട്ടുകൊടുക്കേണ്ട ആവശ്യം ജോസഫിനില്ല. തൊടുപുഴ പോലത്തെ ജോസഫിന് ശക്തിയുള്ള മേഖലകളിൽ തൂത്തുവാരിയാണ്. ഇത് ചിത്രത്തിലേ ഇല്ല ഇടതുപക്ഷം എന്ന് പറയുന്നത്. ജോസ് കെ മാണിക്ക് സംവിധാനമുള്ള ചില പോക്കറ്റുകളൊക്കെ ഇടുക്കിയിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ പത്തനംതിട്ട ഉണ്ടായിരുന്നു. ഇതെല്ലാം വാഷ് ഔട്ടാണ്. പിന്നെ എന്തിന് ജോസ് കെ മാണിനെ മൈൻഡ് ചെയ്യണം എന്നുള്ളതാണ് ജോസഫിന്റെ ഒരു ഇത്. പക്ഷേ അവിടെയാണ് എന്തുകൊണ്ട് ലീഗ് ഇതിനൊരു തുടക്കമിട്ട് സംസാരിക്കുന്നത്. ഇപ്പോൾ VD സതീഷിന്റെ പ്രതികരണം ഇന്ന് വന്നു. അദ്ദേഹം പറഞ്ഞ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അദ്ദേഹം UDF വിപുലീകരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്നത് ഇതൊരു കക്ഷികളെ ചേർത്തുള്ള വിപുലീകരണമല്ല അദ്ദേഹം ലക്ഷ്യം. ഇതൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. ഇതിനെ പിന്തുണയ്ക്കുന്ന എല്ലാവർക്കും പങ്കെടുക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോം, ആ നിലയ്ക്കാണ്. നിങ്ങൾ ഇതിനെ കുറച്ച് കണ്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം അദ്ദേഹത്തിൻ്റെ വിപുലീകരണം ആ നിലയ്ക്കാണ്. പക്ഷേ ലീഗ് ഉന്നമിക്കുന്ന ഇതേപോലെ കക്ഷിയിൽ കൊണ്ടുവരും, അത് വീണ്ടും ഒരു തർക്കാവസ്ഥയിലേക്ക് എത്തിക്കാനല്ല. എന്തുകൊണ്ട് ലീഗ് അതിന് മുൻകൈ എടുക്കുന്നു? അല്ല, അതിൽ സത്യം എന്താണെന്ന് പറഞ്ഞാൽ റിസൾട്ട് വന്ന സമയത്ത് നമ്മൾ ഈ ഓളമൊക്കെ പറയുമെങ്കിലും
കാര്യം കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നത് മുസ്ലിം ലീഗും PK കുഞ്ഞാലിക്കുട്ടിയുമാണ്. VD സതീശനും ഏറെക്കുറെ കാര്യം മനസ്സിലായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ സീറ്റുകളുടെ തദ്ദേശ ഇലക്ഷൻ്റെ റിസൾട്ട് വച്ച് UDF അധികാരത്തിലേക്ക് വരും എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തേണ്ടതില്ല എന്ന് കൃത്യമായി ലീഗ് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഈ കുഞ്ഞാലിക്കുട്ടിയും ഈ KM മാണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ നയിച്ചപ്പോഴാണ് 2011 73 സീറ്റിൽ അന്ന് അവർക്ക് ആ ടോപ്പ് ലീഡേഴ്സിന് എത്താൻ പറ്റിയിട്ടുള്ളൂ. ആ യാഥാർത്ഥ്യം മുന്നിലുണ്ട്. മാത്രമല്ല ഇതല്ല ഈ നിയമസഭാ ഇലക്ഷൻ വരുന്ന സമയത്തുള്ള വോട്ടിംഗ് പാറ്റേൺ ഇതായിരിക്കില്ല എന്ന ബോധ്യവും PK കുഞ്ഞാലിക്കുട്ടിക്കുണ്ട്. അത് മാത്രമല്ല 2008 ലാസ്റ്റ് മണ്ഡല പുനർനിർണ്ണയം നടന്നത്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം 50-നും 60-നും ഇടയിൽ സുരക്ഷിതമായ സീറ്റുകൾ ഇടതുപക്ഷത്തിനുണ്ട്. ഒരു മൂന്നാം ഭരണം ലക്ഷ്യമിടുമ്പോഴും 60 മുതൽ സീറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ബാക്കി ഒരു 20 സീറ്റെങ്കിലും പിടിക്കണമെന്ന കാൽക്കുലേഷനിൽ തന്നെയാണ് അവർ മൂന്നാം ഭരണം മുന്നോട്ട്. അല്ലാതെ 90-100 സീറ്റ് ഒറ്റയടിക്ക് പിടിച്ചു കളയാം എന്ന ധാരണയിലല്ല. അങ്ങനെ പോകുമ്പോഴും ഇപ്പോഴത്തെ നമ്മുടെ മറ്റ് എല്ലായിടത്തും വരുന്ന കണക്കുകളൊക്കെ പരിശോധിക്കുമ്പോൾ 60 സീറ്റോളം LDFനുണ്ട്. അപ്പോൾ ഇത്രയും ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടും 60 സീറ്റോളം അവർക്ക് നിലനിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പാകുമ്പോഴേക്കും ഒരുപാട് തിരുത്തലുകൾ ഇനി CPM വരുത്തണമല്ലോ. ശബരിമല കേസുകളിൽ ഉൾപ്പെടെ പാർട്ടി നടപടിയെടുക്കാത്ത വിഷയങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആക്രമിക്കുമ്പോൾ ഇപ്പുറത്ത് PT കുഞ്ഞുമുഹമ്മദും മുകേഷും ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. നേതാക്കളുടെ അഹങ്കാരങ്ങളുണ്ട്. ഭാഷ ശരിയല്ല. ഇപ്പോൾ തന്നെ ഈ ജനവിധി വരുമ്പോൾ ഇപ്പോഴും CPM പുതിയ കാലത്തിനനുസരിച്ച് ജനവിധി വരുമ്പോൾ അതിനെ അംഗീകരിക്കാൻ തയ്യാറാണ്. പഴയ ശങ്കരാടി കണക്കുമായിട്ടാണ് ഇപ്പോഴും ഇറങ്ങുന്നത്. ഇത് കാലം മാറി പുതിയ കാലത്ത് ആളുകൾ എങ്ങനെയാണ് ഒരു ഇലക്ഷൻ റിസൾട്ടിനെ കാണുന്നത്? തെറ്റ് അംഗീകരിക്കുക എന്ന് പറയുന്ന ഒരു മാന്യമായ ആ ദിശയിലേക്കൊന്നും വരുന്നില്ല. MM മണി പറഞ്ഞ ഭാഷയിൽ മാത്രമേ മാറ്റമുള്ളൂ. സ്വരാജ് പറഞ്ഞത്, MV ഗോവിന്ദൻ മാഷ് പറഞ്ഞതിൻ്റെയൊക്കെ ധ്വനി ഒന്ന് തന്നെയാണ്. ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു, എന്നിട്ട് എന്തുകൊണ്ട് വോട്ട് ചെയ്തില്ല എന്ന് തിരിച്ച് ജനങ്ങളോട് ചോദിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ. ആ രാഷ്ട്രീയ സമീപനത്തിന് മാറ്റം വരുത്തി മാന്യമായ രീതിയിൽ ജനങ്ങളോട് സംവദിച്ച്, മാത്രമല്ല നേതൃതലത്തിൽ തന്നെ പിണറായിയെ തന്നെ മുൻനിർത്തി മുന്നോട്ട് പോകണമോ, കൂടുതൽ ആളുകൾ, കൂടുതൽ നേതാക്കൾ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് മുന്നോട്ട് വരണമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ CPMനും മുന്നണിക്കും ആലോചിക്കാം. കാരണം ജനാധിപത്യ കക്ഷികളാണ് ബാക്കിയെല്ലാം അതിലുള്ളത്. RJDക്ക് അഭിപ്രായം ഉണ്ടാവാം, കേരള കോൺഗ്രസ് മാണിക്ക് അഭിപ്രായം ഉണ്ടാവാം, മറ്റ് ജനാധിപത്യ NCPക്ക് അഭിപ്രായം ഉണ്ടാവാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയായ CPIക്ക് അഭിപ്രായം ഉണ്ടാകാം. അവരെയൊക്കെ കേൾക്കണം, അവരുടെ ഫീഡ്ബാക്കും എടുക്കണം. എന്നിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണെങ്കിൽ CPMന് കോൺഫിഡൻസ് കൂടും. CPM നേരിടാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടാണ് കുഞ്ഞാലിക്കുട്ടി ഈ കളം പറഞ്ഞിരിക്കുന്നത്. കാരണം അന്ന് കേരള കോൺഗ്രസ് ഒക്കെ ശക്തമായി നിൽക്കുന്ന ഘട്ടത്തിലാണ് 2011 അവർക്ക് 73 പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇപ്പോൾ കേരള കോൺഗ്രസ് പകുതി അപ്പുറത്താണ്. പിന്നെ ഈ VD സതീശൻ പറഞ്ഞത് രാഷ്ട്രീയ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടാണ്. കാരണം ഇനിയും മറ്റു പാർട്ടികൾ വരാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പോൾ ആ വിഭാഗം, അവർ പ്രതിനിധീകരിക്കുന്ന വിഭാഗത്തെ ഒപ്പം നിർത്താൻ പറ്റുന്ന റിയാലിറ്റിയാണ് VD സതീശൻ പറഞ്ഞത്. ഇപ്പോൾ എന്താണ് അമൽ പ്രതീക്ഷിക്കേണ്ടത് ഇനി VD സതീശൻ? ഇപ്പോൾ ഇതുവരെ അദ്ദേഹം തുടർന്ന് ആ നിലയ്ക്ക് അത്ര കെട്ടുറപ്പോടുകൂടി കൊണ്ടുപോകാൻ പറ്റുമോ? അതോ ഈ പഴയ നേതാക്കളുമൊക്കെ ചാടി ഇറങ്ങിയ ഇതേപോലെ പുതിയ ആളുകൾ രംഗപ്രവേശനം ചെയ്താലാകെ നമുക്ക് കോൺഗ്രസിൽ എപ്പോഴും പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. അത് വീണ്ടും ഉണ്ടാകാൻ സാധ്യത എന്നാണോ? അതായത് മുന്നണി വിപുലീകരണവുമായി മുന്നണി മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതിപ്പോൾ 2 മുന്നണികളെയാണ് കൃത്യമായും അവർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഒന്ന് RJD ആണ്, അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് മാണിയാണ്. അപ്പോൾ MV ശ്രേയംകുമാർ അടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച വന്ന സമയത്ത് ആദ്യമേ പറഞ്ഞതാണ് ഞങ്ങളില്ല, അങ്ങനെ ഒരു ആലോചനയില്ല എന്ന് പറഞ്ഞു. ജോസ് കെ മാണിയും ഇതേ നിലപാട് ആവർത്തിച്ചു. പക്ഷേ എങ്കിലും പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഞങ്ങൾ അധികാരത്തിലേക്ക് വരാൻ പോണു, വേണമെങ്കിൽ ഒപ്പം വരാം എന്ന് ജോസ് കെ മാണിയോട് പറയുക, അതാണ്. അപ്പോൾ അതിനു മുന്നിൽ വരുമ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ, മുന്നണിയിലേക്ക് എത്തുമ്പോൾ കൂടുതൽ അവകാശവാദങ്ങൾ പാടില്ല എന്നുള്ളതാണ് ഇന്ന് PJ ജോസഫ് പറഞ്ഞു വെച്ചത്. PJ ജോസഫ് മത്സരിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും അബു ജോസഫ് അവിടെ മത്സരിക്കും, ജയിക്കുന്ന ആര് നോക്കിയാലും വലിയ പാടാണ്. അബു അവിടെ മത്സരിച്ചാൽ തോൽപ്പിക്കാൻ, അങ്ങനെ ഒരു ഉരുക്കോട്ടയാണ്. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് മത്സരിച്ച് ജയിച്ചു വരുമ്പോൾ വേറെ ക്ലെയിമുമായിട്ടൊക്കെ ഒറ്റ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലെയിമുമായിട്ട് മന്ത്രിസ്ഥാനത്തിൽ നിന്നും ആരും പോരണ്ട എന്നുള്ളത് തന്നെയാണ് ജോസഫ് പറഞ്ഞത്. രാഷ്ട്രീയമാണ്, തെരഞ്ഞെടുപ്പാണ്. നമ്മൾ ഈ പ്രതീക്ഷ അങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെ ചെയ്യും എന്നതാണ് രാഷ്ട്രീയത്തിൽ നമ്മൾ എപ്പോഴും കാണുന്ന തന്ത്രങ്ങൾ. അതുകൊണ്ട് നമ്മൾ പലതും പ്രതീക്ഷിക്കണം. ഇനിയുള്ള കുറച്ച് മാസങ്ങൾ കേരളത്തെ സംബന്ധിച്ച് എന്താ പറയുക, വളരെ സംഭവബഹുലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയുടേതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല.